അറിയിക്കാൻ താമസിച്ചു പോയി എന്നുള്ളതാണ്, അറിയിക്കാതെ ഒന്നുമല്ല. നിങ്ങൾ നോക്കൂ, അങ്ങനെ അറിയിക്കാതെ ഒരു നിങ്ങളൊക്കെ ചില ഓൺലൈൻ ചാനൽ പറഞ്ഞ പോലെ പാതിരാത്രിയിൽ മൊട്ടിച്ചുകൊണ്ട് പോയതാണോ? കൃത്യമായ പ്രൊസീജിയറാണെന്നേ. ഞങ്ങള് കൃത്യമായ പ്രൊസീജിയറാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് ഞങ്ങളോടും പറഞ്ഞല്ലോ ഞങ്ങൾ എന്റെ തന്നു വിടണമെന്ന്. ഞങ്ങൾ തയ്യാറായില്ലല്ലോ. എന്താ അതിന്റെ പറഞ്ഞത്? ഞങ്ങളോടും പറഞ്ഞല്ലോ തന്നു വിടണോ. ഞങ്ങൾ എന്താ തയ്യാറാകാത്തത്? അപ്പൊ ഞങ്ങൾ തയ്യാറായില്ല. ഞങ്ങൾ പറഞ്ഞ ഞങ്ങൾക്കൊരു പ്രൊസീജിയർ ഉണ്ട്, അത് പാലിച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. തിരുവാഭരണ കമ്മീഷണർ അവിടെ പോയി ഞങ്ങളുടെ ദേവസ്വം വിജിലൻസ് എന്ന് പറയുന്നത് ദേവസ്വം ഉദ്യോഗസ്ഥന്മാരല്ല, പോലീസിൽ നിന്ന് വന്ന ഡെപ്യൂട്ടേഷൻ വന്ന ഉദ്യോഗസ്ഥന്മാരാണ്. വിജിലൻസിന്റെ സാന്നിധ്യത്തിൽ, സ്മിത്തിന്റെ സാന്നിധ്യത്തിൽ, സ്മിത്ത് വേണം. കാരണം ഈ സ്വർണത്തിന്റെ മാറ്ററിയണമെങ്കിൽ, സ്വർണത്തിന്റെ മൂല്യം അറിയണമെങ്കിൽ സ്മിത്ത് വേണം. സ്മിത്തിന്റെ സാന്നിധ്യത്തിൽ കൃത്യമായ വീഡിയോ ചിത്രീകരണത്തോടുകൂടി മഹസർ തയ്യാറാക്കി സുരക്ഷിത വാഹനത്തിലാണ് ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നത്. അത് കോടതിക്ക് ബോധ്യപ്പെട്ടതാണ്ടുകൊണ്ടാണല്ലോ തിരിച്ചു കൊണ്ടുവന്ന് സ്ഥാപിക്കാൻ ഞങ്ങൾക്ക് അനുവാദം നൽകുന്നത്. താന്ത്രിക വിധി പ്രകാരം അനുജ്ഞ വാങ്ങി. ഇതിനപ്പുറം എന്താ ചെയ്യാൻ സാധിക്കുന്നത്? പിന്നെ ഒരു ചെറിയ സാങ്കേതിക പ്രശ്നം, അത് സ്വാഭാവികമായി കോടതി ക്ഷമിച്ചല്ലോ. കോടതിയോട് ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ ഖേദം പ്രകടിപ്പിച്ചല്ലോ. അപ്പോൾ അതുകൊണ്ട് വ്യവസ്ഥ എന്ന് പറയുമ്പോൾ അതൊന്നും വലിയ സംഭവമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. എന്തായിരുന്നു വ്യവസ്ഥ ഇല്ലായ്മ? അത് കഴിഞ്ഞ പ്രാവശ്യം 2019 നടന്നതാണ്. അവിടെയാണ് ഒരു അന്വേഷണം വേണ്ടത്. അത് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ടീമിനെ ഇപ്പൊ കോടതി തന്നെ, ഞങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം ബഹുമാനപ്പെട്ട കോടതി തന്നെ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്.